വിജയിന്റെ സിനിമകളിലെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അങ്ങനെ കഥ ഓർക്കില്ല, പക്ഷെ നടത്തം, ഇരുത്തം, ഡയലോഗ് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഓർത്തു വെക്കും. എന്താണ് കാരണം? വിജയിന്റെ സിനിമയിലെ നായികമാര് മാറും, വില്ലന്മാര് മാറും, ഡയറക്ടർ മാറും, പക്ഷെ ഒന്ന് മാത്രം മാറില്ല. വിജയിന്റെ സിനിമയിൽ ക്യാമറ വെക്കുമ്പോൾ വിജയിനെ എപ്പോഴും ക്യാമറയിൽ സെന്ററിൽ മാത്രമേ പ്ലേസ് ചെയ്യാറുള്ളൂ. എന്തും കൊണ്ടാണ്? വിജയ് എന്നൊരു നായകനല്ല അവർ കാണിക്കുന്നത്, വിജയ് എന്നൊരു ലീഡറിനെയാണ് അവരവിടെ കാണിക്കുന്നത്. ക്യാമറയിൽ ഒരു റോൾ ഉണ്ട്, സെന്റർ ഫ്രെയിം സൈക്കോളജി. ക്യാമറയിൽ സെന്ററിൽ ഇരിക്കുന്ന വ്യക്തിയെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കാണാൻ തുടങ്ങും. അതും കൊണ്ടാണ് ജനക്കൂട്ടം എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ് ആയിരിക്കും, പക്ഷെ വിജയ് മാത്രം എപ്പോഴും കോൺട്രാസ്റ്റ് കൂടിയ പ്ലെയിൻ ഷർട്ട് മാത്രമേ എപ്പോഴും ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഓവർ കോട്ടായിട്ടുള്ള കളർ ഷർട്ടുകളും ഇടാറുണ്ട്. 100 പേരുണ്ടെങ്കിലും 1000 പേരുണ്ടെങ്കിലും 10,000 ആൾക്കാരുണ്ടെങ്കിലും അതിന്റെ നടുവിൽ വിജയ് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇനി ടോർച്ച് നോക്കൂ. സിനിമയിൽ തീ വെളിച്ചം മാത്രമല്ല, പവറാണ്, റവല്യൂഷനാണ്, പ്യൂരിഫിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് ജനനായകനിൽ ടോർച്ച് പിടിക്കുമ്പോൾ വിജയ് പിടിക്കുന്നത് ആക്ഷൻ അല്ല, ഒരു സിംബോളിസം ആണ്. ക്രൗഡ് നോക്കിക്കോളൂ. കത്തിയിൽ കർഷകരുടെ ഇടയിൽ നിൽക്കുമ്പോൾ, മാസ്റ്ററിൽ കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ, സർക്കാരിൽ വോട്ടർമാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ, ജനനായകനിൽ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ. പാറ്റേൺ മനസ്സിലായോ? പ്രൊഫഷൻ മാറുന്നു, പക്ഷെ റോള് മാത്രം മാറുന്നില്ല. സേവിയർ. സൈക്കോളജിയിൽ ഇതിലൊരു റോൾ ഉണ്ട്, സേവിയർ കോംപ്ലക്സ് നറേറ്റീവ്. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സിസ്റ്റം എന്നെ രക്ഷിക്കാൻ വരില്ല, ആ വ്യക്തി എന്നെ രക്ഷിക്കാൻ വരും എന്നൊരു ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു സിസ്റ്റത്തിന് പകരം ഒരാൾ എന്നെ വന്ന് രക്ഷിക്കാൻ വരും എന്നൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ആ ഒരു സൈക്കോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു നായകനെ ക്യാമറ എപ്പോഴും ക്രൗഡിന്റെ സെന്ററിൽ തന്നെ നിർത്തുന്നത്. വിജയിന്റെ മധുര എന്ന സിനിമയുണ്ട്. ആ സിനിമ മുതൽ ജനനായകൻ വരെയും വിജയിന്റെ സിനിമകളിൽ 100 സീൻ ഉണ്ടെങ്കിൽ അതിൽ 99 സീനിൽ വിജയ് ഉണ്ടാവും. കാരണം ആ സിനിമയിൽ വിജയ് നിറഞ്ഞു നിൽക്കണം. അതൊരു ബ്രാൻഡിങ് ആണ്. ഇതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ആണെന്നല്ല ഞാൻ പറയുന്നത്. പൊളിറ്റിക്കൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വിഷ്വൽ ഗ്രാമറാണ്. ഒരു ലോ ആംഗിൾ ഷോട്ട്, ഒരു സ്ലോ മോഷൻ വാക്കിംഗ് ഷോട്ട്, ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന നായകൻ, ഇതെല്ലാം ഡൊമിനേഷൻ അല്ലെങ്കിൽ ലീഡർഷിപ്പിനെ ഉയർത്തി കാണിക്കുന്ന ഒരു വിഷ്വൽ ഗ്രാമറാണ്. ഇതിന്റെ ബിസിനസ് വശം ഒന്ന് നോക്കൂ. ഒരു സൂപ്പർ സ്റ്റാർ ഒരു ബ്രാൻഡാണ്. ഒരു ബ്രാൻഡ് ഉണ്ടാവണമെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം. കൺസിസ്റ്റൻസി ഉണ്ടാവുമ്പോൾ ഓഡിയൻസും ഉണ്ടാവും. ഒരു വിജയിന്റെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ആളുകൾ ആ കഥയല്ല കാണുന്നത്, ആ ഫീലിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കുന്നത്. അതിൽ അവസാനം വിജയ് എല്ലാവരും രക്ഷിക്കും എന്നൊരു വിശ്വാസമാണ്. വിജയ് എന്നൊരു ബ്രാൻഡ് എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതിന്റെ ഒരു ലാസ്റ്റ് ചാപ്റ്ററും കൂടിയാണ്. അങ്ങോട്ട് കത്തി ആയാലും സർക്കാരായാലും ജനനായകനായാലും കാണുന്നവർക്ക് വേണച്ച രക്ഷകന്റെ റോളാണെന്ന് പറയാം. പക്ഷെ മാറാത്ത ഒരു കാര്യമുണ്ട്. ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഏറ്റവും വലിയ ശക്തി അയാൾ അഭിനയിക്കുന്ന കഥാപാത്രമല്ല, ആ വ്യക്തിയെ കാണാൻ കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ്. അതാണ് വിജയ്.